നമ്മളിങ്ങനെ അഴിച്ചുവിട്ട് വളർത്തുന്ന കോഴികളെയൊക്കെ തൂവലൊക്കെ നല്ല ഭംഗിയായിരിക്കും. അതിലൊരു ചളി ഉണ്ടാവില്ല, നല്ല വൃത്തിയിലായിരിക്കും അവരുടെ തൂവലൊക്കെ ഉണ്ടാവുക. നമ്മൾ കോഴിയിറച്ചി വാങ്ങാൻ വേണ്ടി പോകുന്ന പീടികയിലെ കോഴികളും ഈ നാടൻ കോഴികളും തമ്മിലുള്ള വ്യത്യാസം ശരിക്കും മനസ്സിലാവും. നിങ്ങളിതുവരെ കോഴിയൊന്നും വളർത്താത്ത ആളാണെങ്കിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും എങ്ങനെയാണ് ഈ നാടൻ കോഴികൾ ഇത്ര ഭംഗിയിലാവുന്നതെന്ന്? നമ്മൾ മനുഷ്യന്മാരെ പോലെ തന്നെ അവർ കുളിക്കുന്നുണ്ട്. അവരെ കുളി നല്ല പൊടിമണ്ണിലാണെന്ന് മാത്രം. നല്ല ഇളകിയ പൊടിമണ്ണൊക്കെ കാണുമ്പോൾ അവർ തന്നെ പോയിട്ട് ആ പൊടിമണ്ണിൽ കുളിക്കും. കാലുകൊണ്ടും തൂവൽ കൊണ്ടുമൊക്കെ ഈ പൊടിമണ്ണ് ഇവരെ ശരീരത്തിലേക്ക് ഇങ്ങനെ വാരി ചിക്കി വിതറും. ഇതുകൊണ്ടാണ് നാടൻ കോഴികൾ നല്ല കാണാൻ ഭംഗിയുള്ള തൂവലായിട്ട് നിൽക്കുന്നത്. ഈ മണ്ണിലെ കുളി സുന്ദരനും സുന്ദരിയാവാൻ മാത്രമൊന്നുമല്ല, നമ്മൾ മനുഷ്യരെ പോലെ തന്നെ അവരെ ശരീരത്തിലും ചെറിയ രീതിയിൽ എണ്ണമയം ഉണ്ടാവാറുണ്ട്. ആ എണ്ണമയം പോക്കുക, പിന്നെ ശരീരത്തിലെ ചൂട് കൃത്യമായ രീതിയിൽ നിലനിർത്തുക, പിന്നെ കോഴികളെ തൂവലിൻ്റെ ഇടയ്ക്കൊക്കെ വരുന്ന കോഴിപ്പേൻ, ചെള്ള് ഇതിനെയൊക്കെ മാറ്റുക, ഇതിനൊക്കെ വേണ്ടിയാണ് ഇവർ കുളിക്കുന്നത്. ഈ കുളിക്കുക എന്നുള്ളത് ഇവർ കുറച്ച് സമയം എടുത്ത് ചെയ്യുന്ന പരിപാടിയാണ്. ചിലപ്പോഴൊക്കെ അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ ഇങ്ങനെ മണ്ണിലിരുന്ന് കളിക്കുന്നത് കാണാറുണ്ട്. ഇനി ആരെങ്കിലുമൊക്കെ ഇങ്ങനെ കോഴി കുളിക്കുന്നതൊന്നും കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളെ ഫാമിലേക്ക് വന്നാൽ ഇതൊക്കെ കാണാം.